ഹരേ കൃഷ്ണ. കേരള സ്റ്റോറി ചാനലിൽ വരും ദിവസങ്ങളിൽ ഹൈന്ദവ കഥകൾ തുടർച്ചയായി നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഇന്നത്തെ കഥ ശിഷ്യനും മകനും പാർട്ട് 1 ഇന്ന് നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ 1, 2, 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കേൾക്കാനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്കത് തീർച്ചയായും ആസ്വദിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രസിദ്ധമായ ശിഷ്യനും മകനും, അതായത് ശിവന്റെ ശിഷ്യനായ പരശുരാമനും ശിവന്റെ പുത്രനായ ഗണപതിയും തമ്മിലുള്ള ഒരു ചെറിയ വാഗ്വാദമാണ് ഇവിടെ. ഈ വാഗ്വാദത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. സ്ത്രീ സഹജമായ ആ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ പരിഭവം പരാഭവങ്ങളല്ലേ, അതെല്ലാം ഉണ്ട്. പുരുഷന് എന്ത് വേണം എന്നറിയാതെ നിൽക്കൽ, അച്ഛൻ അങ്ങനെയുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന മുത്തശ്ശന്മാർക്കാണല്ലോ കൂടുതലും ചെറുമക്കളോട് ഇഷ്ടം. അപ്പൊ ഈ ഭാവങ്ങളെല്ലാം വളരെ നന്നായിട്ട്, അതായത് ഏറ്റവും ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കവിതയിലൂടെ വള്ളത്തോൾ നാരായണ മേനോൻ നമ്മളെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് പറയാൻ തുടങ്ങുകയാണ്. അത്രത്തോളം എനിക്ക് കഴിയുമെന്നറിയില്ല, എങ്കിലും ഞാൻ പറയാം. മികവുടയ കുബേര പത്തനത്തിൻ സുകനകമാകിയ താഴികക്കുടങ്ങൾ പകൽ പകുതി കടന്ന ഭാസ്കരൻ തൻ പ്രകടമരീചികളാൽ തിളങ്ങി മിന്നി പല പല മണിമേട രണ്ടുപാടും വിലസിന തൽപുരരത്യയങ്കലൂടെ അലർശരരിപുവിൻ മഹാദ്രിതൻ നേർ കല അലഘു വിഭാവനൊരന്തണൻ ഗമിച്ചു. അതായത് മികവുടയ കുബേരപത്തനത്തിൽ, ഇവിടെ കുബേരപത്തനത്തിന്റെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആ കൈലാസത്തിന്റെ മുകളിലാണ് വലിയ ഒരു മാളിക ഇരിക്കുന്നത്. അവിടെ ആരാണ് ഇരിക്കുന്നത്? സുകനകമാകിയ താഴികക്കുടങ്ങൾ എല്ലാം വെച്ച വലിയ വലിയ വീടുകൾ. ആ വീടിന്റെ നടുക്കിലൂടെ ആരത്തിയിലൂടെ, ആ വഴിയിലൂടെ സമയം ഏകദേശം പകൽ പകുതി കടന്ന ഭാസ്കരൻ തൻ, ഏകദേശം മധ്യാഹ്നം സമയമാണ്, പകൽ പകുതി കടന്നിരിക്കുന്നു. ആ സമയത്ത് ഭാസ്കരൻ, സൂര്യന്റെ പ്രകടമരീചികളാൽ തിളങ്ങി മിന്നി, ആ ദിവാകരന്റെ ആ രശ്മികളാൽ ആ താഴികക്കുടങ്ങൾ ഇങ്ങനെ മിന്നാണ്. അത്രയധികം കാന്തിയേറിയ കൈലാസത്തിന്റെ മുകളിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ പല പല മണിമേട രണ്ടു ഭാഗം, പലതരത്തിലുള്ള മണിമേടകൾ രണ്ടു ഭാഗത്തുണ്ട്. വിലസിന തൽപുരരത്യയിങ്കലൂടെ, അതിന്റെ ആ രണ്ട് ഭാഗത്തും നിൽക്കുന്ന ആ മണിമേടകളുടെ ഇടയിലൂടെ, അതിന്റെ രത്യയിലൂടെ, ആ വഴിയിലൂടെ അലർശരരിപുവിൻ മഹാദ്രിതൻ, എവിടേക്കാണ് ഒരാൾ പോകുന്നുണ്ട്, ധൃതിപ്പെട്ട ഒരാൾ ഇങ്ങനെ പോവുകയാണ്. അത് എവിടേക്കാ പോകുന്നത്? അലർശരരിപു, ഇവിടെ കാമദേവന്റെ റിപുവായ മഹാ പരമേശ്വരന്റെ അദ്രിയിലേക്ക്, ആ പർവ്വതത്തിലേക്ക് നേർക്ക്, ആ പർവ്വതത്തിന്റെ നേർക്കാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലഘുവിഭാവന ഒരു അന്തണൻ, ആ ലഘുവിഭാവനാണ്, അയാൾക്ക് എന്ത് കണ്ടാലും ഒരു എന്തായാലും വേണ്ടില്ല എന്നുള്ളൊരു കൂസലില്ലാതെ നടക്കുന്ന ഒരു അന്തണൻ ഗമിച്ചു. ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് ഗമിച്ചു, നടന്നു പോകുന്നു. ഇനി എന്താണ് ആ ബ്രാഹ്മണൻ? ആരാണ്, എന്താണ് നമുക്ക് പറയാം. സുമഹിത മുനിവേഷനാമവൻ തൻ ഭ്രമരവൃതംബുജമരമ്യമാം മുഖത്തിൽ വിമലതയൊടുദിച്ചിരുന്നതേറെ ശമഗണമല്ലൊരു വീരലക്ഷ്മി അത്രേ. ആ സുമഹിതൻ, അതായത് എല്ലാം കൊണ്ടും മഹിമയോട് ഇരിക്കുന്ന മുനിവേഷത്തോടു കൂടിയ ഭ്രമരവൃതാംബുജ രമ്യമാം മുഖത്തിൽ, എന്താ അല്ലേ വർണ്ണിച്ചിരിക്കുന്ന അവിടെ, ഭ്രമരമുഖാംബുജം, ആ
അംബുജത്തിൽ, അതായത് താമരയിൽ എപ്പോഴും വണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. റോസിൽ കറുത്ത വണ്ട് അല്ലേ, റോസ് നിറത്തിലുള്ള താമര, വെള്ള താമര ആയാലും ശരി, അതിലൊക്കെയും വണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ മൂളി പറക്കുന്ന. അതുപോലെ ഇവിടെ പരശുരാമന്റെ കണ്ണിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇങ്ങനെ നാലുപുറവും നോക്കുകയാണ്, എവിടെയാണ് ഞാൻ എത്താറായോ എന്നുള്ള ആ വെപ്രാളത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ ഭ്രമര ഭുജ രമ്യമാം, എന്നാലും അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ വേഗത്തിലുള്ള നടപ്പ്, മുഖാംബുജം, അംബുജമാകുന്ന ആ മുഖമാകുന്ന അംബുജത്തിൽ നിന്ന് ഉരുണ്ട് കളിക്കുന്ന ആ കണ്ണുകൾ, മുഖത്തിൽ വിമലതയൊടുതിച്ച ഇരുന്നിതേറെ, അതിങ്ങനെ തെളിഞ്ഞു കാണാം, കാണുന്നവർക്ക് അങ്ങനെ ശരിക്ക് തെളിഞ്ഞു കാണാം. ശമഗുണമല്ല, അതൊരു സാമ്യനല്ല, ഒരു സൗമ്യതയായ ഗുണമല്ല. തീർച്ചയായിട്ടും അത് എന്താണത്? വീരലക്ഷ്മി അത്രേ. അദ്ദേഹത്തിന്റെ ആ നോട്ടം കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഒരു വീര്യമാണ് തോന്നുന്നത്. വീരലക്ഷ്മിയുടെ മുഖഭാവമാണ്. ഇനി ഇപ്പൊ 3 ശ്ലോകം കഴിഞ്ഞു, 4ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. അതേ മഹാൻ ഭാർഗവരാമനാണി സുതേജസാ ഭാസുരനാം ദ്വിജേന്ദ്രൻ ജിതേന്ദ്രിയൻ ദൂർജടി ദർശനത്തിൽ ധൃതേച്ഛനായി പോവുകയാണിതാനീം. അതെ അതെ, അയ്യോ, എല്ലാവരും വായടക്കി ഇങ്ങനെ പറയാണ്, ആരാണ് ഇത്ര തേജസ്സുള്ള ഈ മഹാൻ? ഇതാരായിരിക്കും? അവർക്ക് മനസ്സിലായി അതാരാണെന്ന്. മഹാൻ ഭാർഗവരാമനാണ്. ഭാർഗവരാമനാണ് ഈ വരുന്നത്. അദ്ദേഹത്തിന്റെ തേജസ് കണ്ടാൽ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. ഭാസുരനാം ദ്വിജേന്ദ്രനാണ്, ബ്രാഹ്മണന്മാരിൽ വെച്ച് ഇന്ദ്രനാണ്, എന്ന് വെച്ചാൽ ബ്രാഹ്മണ രാജാവ് എന്ന് തന്നെ പറയാം. അത്രയും അധികം സൗന്ദര്യം കൊണ്ടും ദ്വിജന്മാരുടെ എല്ലാവിധ കർമ്മങ്ങളെ കൊണ്ടും ശ്രേഷ്ഠനായ, ദ്വിജശ്രേഷ്ഠനായ ആ ജിതേന്ദ്രിയൻ, എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനും ദൂർജടി ദർശനത്തിനായിട്ട് അദ്ദേഹം പോവുകയാണ്. പരമശിവനെ, തൻ്റെ ഗുരുവായ പരമശിവനെ ദർശിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ആ പോക്ക്? ധൃതേച്ഛനായി, ഇപ്പൊ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ആ ഏറ്റവും അധികം വേഗത്തിൽ, ധൃതിയിൽ പോവുകയാണ്. ശരി, എന്താണ് ഉണ്ടായത്? അദ്ദേഹം നടന്നു പോകുന്നു. എവിടെത്തി? കൈലാസമേറി മണിഗോപുരവും കടന്നു ശൈലാദിമുഖ്യ ബഹുമാനിതനാ മുനീന്ദ്രൻ ശൈലാർന്നിടാത്ത വടമൂലതലേ വിളങ്ങും ശൈലാത്മജാരമണ കേളി ഗൃഹത്തിലെത്തി. ആ, എവിടെ എത്തി? ഇപ്പോ കൈലാസത്തിലെത്തി. ആ കൈലാസത്തിലേക്ക് കയറി. കൈലാസത്തിന്റെ മണിഗോപുരവും കടന്നു. ശൈലാദിമുഖ്യ ബഹുമാനിതനാമുഖി മുനീന്ദ്രൻ, എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആ മുനീന്ദ്രൻ, ശൈലാദിമുഖ്യൻ, അവിടെ എല്ലാ പർവ്വതങ്ങൾ കൂടി ബഹുമാനിക്കുന്ന ആ മുനീന്ദ്രൻ. വൈലാർന്നിടാത്ത, അവിടെ സൂര്യൻ എന്താണ് എപ്പോഴും പകുതിയാണ് പറഞ്ഞു, നേരത്തെ ഇറങ്ങുന്ന ആ സമയത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുറപ്പാട് സമയത്ത് തന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കർമ്മസാക്ഷിയായ സൂര്യൻ അവിടെ അങ്ങനെ വെയിലൊന്നും അടിക്കാതെ തണലേറ്റി നിൽക്കുകയാണ്. അത് കഴിഞ്ഞു. വെയിലാർന്നിടാത്ത വടമൂലതലേ വിളങ്ങും ശൈലാത്മജാരമണ കേളി ഗൃഹത്തിലെത്തി. എവിടെയാണത്? ശൈലാത്മജാരമണ കേളി. അവിടെ ശ്രീപാർവതിയും പരമേശ്വരനും അവരുടെ കേളീഗൃഹത്തിലേക്ക് അവർ ആരെത്തി? സാക്ഷാൽ പരശുരാമൻ എത്തി. എത്തിയപ്പോഴോ ശ്രീരത്നവേദിയിൽ വലത്തുമിടത്തുമായി തദ്വാരസ്ഥലത്തിരുവർ കാവലിനുണ്ടിരിപ്പൂ. ഹേരമ്പനും ഗുഹനുമാമവരെ പണിഞ്ഞ അധീരൻ നടന്നു സദനത്തിനകത്തു പൂക്കാൻ. കണ്ടോ? ശ്രീരത്നവേദിയിൽ ആ കൈലാസത്തിന്റെ ആ മണിഗോപുരവും കടന്ന് എത്തിയ ആ ശൈലാത്മജാരമണ കേളി ഗൃഹം, ആ ഗൃഹത്തില് എന്താണ് അവസ്ഥ? ശ്രീരത്നവേദിയിൽ വലത്തും ഇടത്തും,
ആ ആ കൈളീ ഗൃഹത്തിന്റെ മുന്നിലായി ഇടത്തും വലത്തുമായിട്ട് രണ്ടുപേര് കാവല് നിൽക്കുന്നുണ്ട്. ആരാണത്? ഹേരംബനും ഗുഹനും തൻ്റെ പുത്രന്മാരായ മഹാഗണപതിയും പിന്നെ സുബ്രഹ്മണ്യനുമാണ് കാവല് നിൽക്കുന്നത്. ഹേരംബൻ, ഗണപതി, അദ്ദേഹം ഗുഹൻ, പിന്നെ അടുത്തത് സുബ്രഹ്മണ്യൻ. ഇവർ രണ്ടുപേരും ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും കാവല് നിൽക്കുകയാണ്. അവരുടെ കേളീഗൃഹമാണ്, ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയമാണ്, അവിടെ ആരും അകത്തേക്ക് കിടക്കരുത് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ആ കേളീഗൃഹത്തിന് അതിന്റെ സോപാനത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിലൊന്നിലും ഒരു ശ്രദ്ധയും കൊടുക്കാതെ ആരാണ് അകത്തേക്ക് അവരെ രണ്ടുപേരും കണ്ടോ, ഗുഹനുമാം അവരെ പണിഞ്ഞ ധീരൻ, ഇവരെ രണ്ടുപേരെയും കടത്തിവെട്ടി മുന്നോട്ട് നടന്നുപോയി. ആര്? പരശുരാമൻ. സദനത്തിനകത്തു പോകാൻ, ആ വീടിന്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. എന്തിത്രവമ്പലിഹ തെല്ലിട നിൽക്ക താതനന്തപുരേ കിമപി വിശ്രമമേൽക്കയത്രേ. ചന്തത്തിലേവ മുര ചെയ്തു ഗണേശനപ്പോൾ തൻ തമ്പിയായി കരുതുമാ ദ്വിജനെ തടുത്താൻ. അവിടെ അച്ഛൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോഴേ ഉണ്ണി ഗണേശനും ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് ഇവര് തമ്മില്. അപ്പൊ തൻ്റെ അനുജനായി കരുതുന്ന ആ പരശുരാമനെ ആദ്യം ആരാണ് തടുത്തത്? ഗണപതിയാണ് മെല്ലെ തടുത്തത്. അത് ഉണ്ണി ഗണപതി. അതാ രസം. ഉണ്ണി ഗണപതി എന്ത് പറഞ്ഞു? പോണ്ട, അവിടെ എന്താണ് ചെയ്യുന്നത്? എന്താ അത്ര വെപ്രാളം, ഇത്ര ധൃതി പിടിച്ച് എന്തിനാ പോണത്? തെല്ലിട നിൽക്ക, കുറച്ചു നേരം നിൽക്ക്. താതൻ അന്തപ്പുരേക്കുമപി,